അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും പക്ഷേ ഞാൻ പറയുന്ന ഈ സ്കീമുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കാൻ പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പല പദ്ധതികളും ഒക്കെ നടത്താറുണ്ട്. നിരവധിയായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ പല ഡിപ്പാർട്ട്മെന്റുകളിൽ, വ്യവസായ വകുപ്പാണ് അത് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. അതായത് ഈ ഓട്ടോപ്രണർഷിപ്പിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെന്റ് വ്യവസായ വകുപ്പാണ്. അതുപോലെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും നമുക്ക് ഇത്തരത്തിലുള്ള സ്കീമുകൾ നൽകുന്നു. അപ്പോൾ അതിൽ പലപ്പോഴും സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സബ്സിഡി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രാൻഡ് ആയിട്ടോ ലോണായിട്ടോ ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ഗുണങ്ങളുണ്ട്. നമ്മൾ ആദ്യം ഞാൻ ഒരു ഉദാഹരണത്തിന് കൂടി പറയാം. ഇപ്പൊ നമുക്ക് എൻ്റെ ഞാനിവിടെ 2014 ജോലിയിലേക്ക് നെടുങ്കണ്ടത്തിന്റെ ചുമതല, ഉണ്ണിച്ചോറ് താലൂക്കിന്റെ ചുമതലയിലേക്ക് 2014. അപ്പൊ ആദ്യം പരിചയപ്പെട്ട ഒരാൾ എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഈ പ്രധാനമന്ത്രിയുടെ തൊഴിലുറപ്പിന്റെ പദ്ധതി ഉൽപാദന സേവന കൃഷ്ണ പോലെ നടന്നൊരു ക്ലാപ്പിംഗ്. സ്റ്റോപ്പ് പറയുന്നത് ഓക്കെ, സ്റ്റാർട്ട് സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ ഈ കൈ ഇവിടെ വെച്ചിട്ട് പതി അടിച്ചാൽ മതി. ബോളോട്ട് കൂടുന്നതോടെ നല്ല അടി സൗണ്ട് ആണ് കൂടണം. പ്രശ്നമുണ്ടോ? അവിടെ കേൾക്കുന്നുണ്ടോ? മനസ്സിലായി, സൂപ്പർ മനസ്സിലായി. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. മനസ്സിലായിട്ടില്ല. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാപ്പ് ചെയ്യണ്ട. When I say 1 2 clap. 2 clap എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ക്ലാപ്പ് ചെയ്യണം. വിഭാഗത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംരംഭകത്വ പരിശീലന ക്ലബാണ്. അതിൻ്റെ മാഗസിൻ അത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡെനോ അച്ഛനെ വളരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വി ടി തോമസ് സാറിനെ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. അഭിലാഷ് സാറിൻ്റെ നേതൃത്വത്തിൽ മികച്ച പ്രകടനത്തിൻ്റെ തെളിവായിട്ട് അടുത്തായിട്ട് ഹൈസ്കൂൾ വിഭാഗത്തിന്